അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്കൂളുകളും, ബിക്കോസ് നമുക്കിപ്പം സുസു പോകാൻ തോന്നുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. വെള്ളം കുടിക്കാൻ തോന്നുമ്പോൾ കുടിക്കാൻ പറ്റുന്നുണ്ടോ? അതിന്റെ ബെല്ലടിക്കണം, അതിന്റെ ടൈം ആവണം. സോ നമ്മൾ ബോഡിയുടെ സിഗ്നൽസിനെ ബൈപ്പാസ് ചെയ്യുന്ന ഒത്തിരി ഘടകങ്ങൾ സൊസൈറ്റിയിൽ തന്നെ ഉണ്ട്. എത്ര പേർക്ക് നമുക്ക് ലൈനിൽ നിൽക്കാൻ ഇഷ്ടമായിരുന്നു? നമ്മളെ നിർത്തി. എത്ര പേർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇഷ്ടമായിരുന്നു? ചില അങ്കിൾമാർ ആൻറ്റിമാരൊക്കെ ഒക്കെ കാണിക്കില്ലേ? ഇഷ്ടമല്ലായിരുന്നോ? മടിയിലിരിക്കാൻ ഇഷ്ടമല്ലായിരുന്നോ? അവരുടെ റൂമിൽ പെർഫോം ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു? സോ നമ്മൾ ബോഡിയെ കുറേ തവണ ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ അവർ കുറെ കൂടെ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. അത് നീ അങ്ങ് കൊണ്ട് കൊടുക്ക്, അത് നമ്മൾ നല്ല ഗുഡ് ഗേളാന്ന് കാണിക്കണ്ടേ, അവിടെ പോയി ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പീപ്പിൾ പ്ലീസർ ആണല്ലോ ബൈ ഡീഫോൾട്ട് സ്ത്രീകൾ. അപ്പം ശരിയെങ്കിൽ പ്ലീസ് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ നാളൊരു സമയത്ത് ബസ്സിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മൾ ഫ്രീസ് ആവുകയാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല. സൊസൈറ്റിയിലുള്ളവർക്ക് പറയാം പിന്നെ അടുത്ത് കുത്തിക്കൂടെ അടിച്ചുകൂടെ എന്നൊക്കെ. ഞാൻ അങ്ങനെ അല്ലടോ, എൻ്റെ ടെമ്പറമെൻ്റ് അതല്ലടോ. ഇഫ് യു ആസ്ക് മീ ഐഡ് സേ 6 months തൊട്ട് തന്നെ അവെയർ ആയിട്ടുള്ള പേരൻറ്റ് വിൽ ബി ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ദീസ് തിങ്സ് വെൽ. ഈ ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്താലേ മതി അക്കോർഡിംഗ് ടു മീ. പിന്നെ അൺകംഫർട്ടബിൾ ക്ലോത്ത്സ് ഇടിപ്പിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ ഒത്തിരി നെറ്റൊക്കെ ഉള്ള ഒത്തിരി എലാബറേറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ഇടുക. കുഞ്ഞ് ഫുള്ള് കരച്ചിലായിരിക്കും പാർട്ടിയിൽ. സോ പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. സോ അങ്ങനെ ഡിസ്കംഫർട്ടിൽ കൂടെ ഇത് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ പേരൻസ് അവെയർ ആണെങ്കിൽ ദേ വിൽ ഡു.